ഇതൊക്കെ ഇറങ്ങിയിട്ട് ഇത് മേടിച്ചാലേ ഇറങ്ങിയ മരം മുറി കുറച്ച് പണിയെന്നല്ലേ നേരെ ഇങ്ങനെ തിരിഞ്ഞാൽ മതി. ഇങ്ങനെ കുത്തിക്കുക, എത്രയും വളവിൽ ഇങ്ങനെ നിൽക്കാം. പിന്നെ ഇന്ന അന്ന് നടക്കൂലെന്ന് പറഞ്ഞ ആളെ തന്നെ വീണ്ടും തേക്ക് കുറിക്കാൻ വേണ്ടി വിളിച്ച്. നമ്മൾ കയറിയാലേ ഹായ്, വില്ലേജ് വുഡ് പാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കുള്ളത് കൊണ്ടോട്ടി, മലപ്പുറം കൊണ്ടോട്ടി ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ സ്പൈക്ക് ഒരുപാട് ആൾക്ക് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഉപയോഗിക്കുന്നതൊന്നും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പേരെ വിളിച്ചിങ്ങായിട്ട് അത് കാണാമെന്നുള്ള ലെവലിൽ നമ്മൾ ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ നമ്മൾ വന്ന ദിവസം ശരിയായില്ല. ഇന്നലെ ഇപ്പോൾ അർജൻറ്റീനയുടെ കളിയായിരുന്നു. അതായത് ഇന്ന് ഞായറാഴ്ചയാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത്. നമ്മളുടെ ഗ്യാപ്പ് നോക്കി ഇറങ്ങിയതാണ്. അപ്പോൾ അർജൻറ്റീനയുടെ കളി ആയതുകൊണ്ട് തന്നെ ഒക്കെ കളി കണ്ട് കിടന്നുറങ്ങണം. ആരും ഇന്ന് പണിക്കും കാര്യമായിട്ട് ഇറങ്ങിയിട്ടില്ല. അതിൻ്റെ പേരിൽ ആരെയും വിളിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ കിട്ടിയത് ഒരാൾ നമ്മളിവിടെ കൊണ്ടോട്ടി അടുത്ത് അസ്ലം എന്ന് പേരായിട്ട് ആളൊരു മദ്രസ അധ്യാപകനാണ്. അപ്പോൾ മൂപ്പര് ഇന്ന് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പണി സ്ഥലത്തൊന്ന് ചെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ പണിയുന്ന രീതി ഒന്ന് കണ്ട് നോക്കാം. അപ്പോൾ അത് നമുക്കൊന്ന് കാണുകയും ചെയ്യാം, നിങ്ങളൊന്ന് കാണിക്കുകയും ചെയ്യാന്നുള്ള ലെവലിലാണ് ഇറങ്ങിയത്. അപ്പോൾ നേരെ നമുക്ക് പണിസ്ഥലത്ത് അസ്ലമിൻ്റെ പണിസ്ഥലത്തേക്ക് എത്താം. നേരെ എന്നിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അഞ്ചാളുണ്ടായിരുന്നു. പറഞ്ഞിട്ട് ഒക്കെ നിലക്കാലി കണ്ടിട്ട് പണി അടിപൊളിയല്ലേ? അൽഹംദുലില്ലാ. ഇത് ഈ ഷൂ ഇതാവുള്ളൂ. എൻ്റെ അടുത്ത് വേറെ ഷൂ ഉണ്ടായിന്, പക്ഷെ അതിന് ഇതാണില്ല. അതായത് ഈ ബാക്കൊക്കെ വേണം, അല്ലെങ്കിൽ ഇവിടെ നല്ല വേദന. ഷൂവിൻ്റെ കുറച്ച് ഉയരം വേണമല്ലോ. പറത്തുന്നൊരു ഓർമ്മയുണ്ട്. നമ്മള് കേറിയാലേ കാരെടുത്തണോ? ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഞാൻ സിമ്പിളായിട്ട് അത്യാവശ്യം കുറച്ച് പണിയെന്നല്ലേ? കയറാനോ? അല്ല, അത്യാവശ്യം കുറച്ചൊരു ഇതുണ്ടല്ലോ. മറ്റുള്ള മരത്തിനായാലും കുറച്ചും കൂടെ ഒരു ഇതാണല്ലോ, തൊലിക്കനം കുറവുള്ളതുകൊണ്ട്. എന്തുണ്ടല്ലോ എറുമ്പുണ്ടോ?
വ്യത്യാസം നമ്മളെ നാടും തമ്മിൽ. ആഹാ കോവിഡിന്റെ ടൈമിലെത്തുന്നുണ്ട് പണി തുടങ്ങി. ആഹാ നല്ല സൈറ്റാണല്ലേ. അത് വീണോളൂ. അതാ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിട്ട് പിന്നെ കയറ് വേണ്ടല്ലോ. എത്ര കൊല്ലായിപ്പോ പണിയിലിറങ്ങിട്ട്? അപ്പൊ ഇതായിട്ട് ഇറങ്ങിയതാണ് അല്ലേ? അയ്യ അതല്ല മദ്രസ എവിടെ? 14 ദിവസം സബ്ബണല്ലേ? ഞാൻ രാവിലെ 7 മണി മുതൽ വിളിക്കണം. വിളിക്കണ്ടേ? ഇനി ഞങ്ങളെ പ്ലാനൊക്കെ മൊത്തം മാറ്റി വേറെ ആക്കി. ഞാൻ പറഞ്ഞത് ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ഉണ്ട് എന്താ അയക്കണ്ട കേട്ടോ. ബെൽറ്റ് ഉണ്ട് ഇവിടെ ഉണ്ടോ? ഇതിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൂട്ടുണ്ട്. നിങ്ങൾ കാണിച്ച പോലെ ഇവിടെ എങ്ങനെ ഇതാ എന്നാലും മോനാണ് ഇത് ശരിക്കും ഇതുമലൊക്കെ ആകുമ്പോൾ ഒന്ന് ഫയൽ ചെയ്തിട്ട് കയറണമെന്നല്ല. അടുത്താക്കി കുറച്ചായി ഒരു 1.5 കൊല്ലമായിട്ടുണ്ടോ? 1.5 ആയിട്ടില്ല എന്നുണ്ട്. മേടിച്ചിട്ട് ഇതൊക്കെ ഇറങ്ങിയിട്ട് ഇത് മേടിച്ചാലേ ഇറങ്ങിയ മരമുറി ഇതായിട്ട് പണിക്കിറങ്ങിക്കണാണ്. അല്ലാണ്ട് തളപ്പിട്ട് കയറാൻ എനിക്ക് അറിയില്ല. അത് ചെറുങ്ങനൊക്കെ ഒന്ന് കയറും. അല്ല എല്ലാവരും അറിയില്ല. പണി സെറ്റായില്ല. പണി സെറ്റായോന്നോ? ഇതാണ് ഈ അസ്ലം. ഇത് കൊണ്ടോട്ടി, അതായത് കറക്റ്റ് സ്ഥലം. ഇത് കറക്റ്റ് ഇപ്പോൾ കൊണ്ടോട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു അടുത്ത പിന്നെ ടൗണാണ്. അതിലേറെ അടുത്ത ടൗൺ എടവണ്ണപ്പാറയാണ്. എടവണ്ണപ്പാറ, അത് ശരി. കൊണ്ടോട്ടിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഓമാനൂർക്ക്. എടവണ്ണപ്പാറൊക്കെ കുറെ ആളുണ്ട്, കുറെ ഉണ്ട്. കുറെ ആൾക്കാരുണ്ട്, 2-3 ആൾക്കാരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വിച്ചുട്ടി പറഞ്ഞ ആളുണ്ട്. വിച്ചുട്ടി ഉണ്ട്, അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് വിച്ചുട്ടി. അരിക്കോടല്ലേ? അരിക്കോടല്ലേ? തെരത്തമ്മ റസാക്ക് എന്നാണ് പേര്.
ബിച്ചുട്ടിന്ന് അറിയുള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അതെ, അതുപോലെ വേറെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ലുക്കുമാൻ പറഞ്ഞ ഒരാൾ, ലുക്കുമാൻ അതും അവൻ അരീക്കോട് ഉണ്ട്, അരീക്കോട് തന്നെ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ആ വഴിക്ക് അങ്ങനെ പോകണം നോക്കണം. സംഗതി പിന്നെ എനിക്കിതിൽ ആദ്യം കൺഫ്യൂഷൻ ഉണ്ടായിനി, കയറാൻ കയ്യോ അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ കരുവാരക്കൊണ്ടുള്ള ഒരാളെടുത്ത് പോയി സാധനം നോക്കി ഞാൻ. അപ്പോൾ എനിക്ക് ചെറിയൊരു ഇത് തോന്നി കയറാൻ കയ്യോ എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ അവിടേക്ക് തൃശ്ശൂർ വന്ന് പിന്നെ കയറി. ഫസ്റ്റായിട്ട് ഞാനിവിടെ അങ്ങാടിയിൽ ഫസ്റ്റ് കയറണത് നമ്മളെ ഉമ്മറിൻ്റെ അവിടെ അപ്പുറത്ത് കുഞ്ഞൻ്റെ ബിലാഗമലി. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അങ്ങനെ മല്ലിട്ടാണ് കയറിയത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് നടക്കൂല കേട്ടോ, സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വിട്ടില്ല. ഒരു 2 ആഴ്ച നിരന്തരമായി പരിശീലനം നടത്തി. പിന്നെ അന്ന് നടക്കൂല എന്ന് പറഞ്ഞ ആളെ തന്നെ വീണ്ടും തേക്ക് കുറിക്കാണ്ടി വിളിച്ച്. അവൻ കുറച്ച് വള്ളി പിടിച്ചിരിക്കണ തേക്ക്, അതുപോലെ തന്നെ പിന്നെ ചേറിൻ്റെ ഇടയിലുള്ള തേക്ക് നല്ല ഉഷാറായിട്ട് 1 മണിക്കൂർ കൊണ്ട് ഞാൻ മുറിച്ചെടുത്ത് തേക്ക്. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇങ്ങനെ ഞാൻ അറിയില്ല കേട്ടോ മൂപ്പരേ. ഇപ്പോൾ ഈ പരിസരത്തൊക്കെ ഞാൻ തന്നെ മുറിക്കലധികം നമ്മളെ നാട്ടിലത്തെ. പിന്നെ പുറമെ മരം മുറിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരും. ചില ആൾക്കാർ അവിടെ മരം എടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ഓരോ സൈറ്റിക്ക് പോലാണല്ലോ. ഞാനൊരു മദ്രസ അധ്യാപകനാണല്ലോ, സാധ്യതയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എന്ത് ചെയ്യും, വേക്കൻസിയിൽ ഉംറക്ക് പോകുന്ന ആളുകളെ പകരം ഹോസ്പിറ്റൽ കേസുള്ള പോലെ അങ്ങനെ. ഇപ്പോൾ അടുത്ത ആഴ്ച റബ്ബാക്ക് കഴിച്ച് 14 ദിവസം സബ് കയറണം. അപ്പോൾ സംഗതി വളരെ ക്ലിക്കാണ് സംഗതി. ഇത് ഭയങ്കര ഉഷാറാണ്. എല്ലാവരും പറയും, ചിലപ്പോൾ ഫസ്റ്റായിട്ട് കാണുമല്ലോ പറയും. ഇപ്പോൾ കുറേ പേർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ട്, ഇത് സെറ്റ് ആവില്ല എന്ന് പറയുന്നവരൊക്കെ. ഞാൻ എത്ര സംശയം ചോദിച്ചു നിങ്ങളോട്, വിളിച്ചിങ്ങനെ സംശയം ചോദിക്കല്ലേ ഇനി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വേറെ ഒന്നുമില്ല. ഫസ്റ്റ് നമ്മൾ ഏതൊരു ടൂൾസ് ആയാലും നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റത്തെ ആയാലും ബുദ്ധിമുട്ടില്ലേ സ്റ്റാർട്ടിങ്. അത് 2-3 ദിവസം നമ്മൊന്ന് സെറ്റായി. ഞാൻ മുമ്പിലുള്ള ഇറങ്ങിമാരുണ്ടല്ലോ, അതിമേലൊക്കെ നല്ലോണം കയറി വെറുതെ കയറിയിട്ട് സെറ്റാവും. അത് നമുക്ക് എന്ത് സാധനം അങ്ങനെ തന്നെയാണ്. നമ്മൾ തളപ്പിലായാലും ഫസ്റ്റ് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെന്താണ് സുഖേ ഇതുമേ കയറാൻ, നെഞ്ഞിക്ക് മല്ലില്ല. മറ്റേ തളപ്പ് നല്ലോണം മല്ലിട്ട് കയറല്ലേ. പിന്നെ ഒരു സ്ഥലത്ത് ഫസ്റ്റ് ടൈമിലുള്ള നമുക്കൊന്ന് സെറ്റ്. പിന്നെ ഇപ്പോൾ അവിടെ നമ്മൾ നിന്ന് മുറിയിടണമെങ്കിൽ അങ്ങോട്ട് ചെരിഞ്ഞ മരാണെങ്കിൽ മറ്റേ തളപ്പമേ കയറാണെങ്കിൽ വടി വെച്ച് കെട്ടണം. അപ്പുറത്ത് നിന്ന് മുറിയിടണമെങ്കിൽ ഇതാകുമ്പോൾ നേരെ ഇങ്ങനെ തിരിഞ്ഞാൽ മതി. അങ്ങനെ കുത്തിക്ക് എത്രയും അളവിൽ ഇങ്ങനെ നിൽക്കാം. അതാണ് അതിനുള്ള സുഖം. ഞാൻ തളപ്പമേൽ കയറണമെന്നല്ലോ, നിങ്ങൾക്ക് അറിയണല്ലേ, റിസ്ക് വളരെ കുറവ്. അല്ല അത്യാവശ്യം സേഫ്റ്റി തന്നെയാണ്. ഇതിന് സേഫ്റ്റിയാണ്, പണി എളുപ്പമാണ്. 2-3 കാര്യമായിട്ട് ഒരു മിഷൻ നമുക്ക് ഇത് കിട്ടും. ഒരുപാട് ടൈം ശരീരം ക്ഷീണാവണില്ല, ശരീരത്തിന് ക്ഷീണാവണില്ല. 5 മാഗണി പണിയുമല എളുപ്പമുണ്ട്. ഇടങ്ങറിന് നമ്മുടെ വരില്ല, കാരണം ഭയങ്കര വെയിലുമാണ്. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ അടി നല്ല സ്ട്രോങ് ആണ് ഈ ഷൂവിന്റെ. മരത്തുമതി നല്ല കുത്തുമ്പോ ഈ ഷൂ കൊണ്ട് നല്ല ടൈറ്റ് കിട്ടുന്നുണ്ട്. അത് അതിന്റെ അടി ഇത് സെറ്റായിട്ട് കിട്ടണേ. ഇതിന്റെ അടിയിൽ കണ്ടില്ലേ എക്സ്ട്രാ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ, ഷൂ നല്ലത് നോക്കണം. അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം ഇങ്ങനത്തെ ഷൂ ആയാലും ഇത് കെട്ടാൻ പറ്റും. നമുക്കിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കോണിമല്ല നിൽക്കണേ, ചെരുപ്പിട്ട് നിന്നാൽ തന്നെ നമുക്ക് അധികം ടൈം നിൽക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് സ്ഥിരമായിട്ട് ആലോചിച്ചാൽ മതി. ആ ഒരു സംഭവം പണിയാണെങ്കിൽ നമുക്കൊരു പിന്നെ ഗുരുവായിട്ടില്ല. മുസ്തഫാന്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. വീഡിയോ ഇന്നലെ രാത്രിയും കണ്ടിട്ടുണ്ട്, അടിപൊളി വീഡിയോ ആണ്. അത് കാണും, ഓരോ മുറികൾ മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ് മുറിക്കണത്. അൽഹംദുലില്ലാ ഇന്ന് വളരെ ഉഷാറായി. ഇന്ന് 8-10 മലയാളിമാർ നമ്മളെ കയ്യിലുണ്ട്. പണി ഭാഗത്താണ്. ഇടയ്ക്ക് മദ്രസ കയറും. അസ്ലം ഇത് കൊണ്ടോട്ടി, അസ്ലം കൊണ്ടോട്ടി എന്ന് പറയല് ഈ സ്ഥലപ്പേര് അറിയാം, ഓമാനൂരില്ലേ. ഓക്കെ ചാതാ. അപ്പം അടിപൊളിയായിട്ട് സ്പൈക്കൊക്കെ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അസ്ലാമിനെ കണ്ട് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് ഇനിയിപ്പോൾ നേരെ വിടുന്നു ചാതാ. അപ്പോൾ കാണാം, ഞാൻ വരുന്നുണ്ട്. ആയിക്കോട്ടെ, വരുന്നുട്ടാ. അസ്സലാമു അലൈക്കും. അസ്സലാം. ഞാനൊന്ന്